ഉത്രാടപ്പാച്ചിലിന്റെ അവസാന മണിക്കൂറിലും കോഴിക്കോട് നഗരത്തിൽ തിരക്കൊഴിയുന്നില്ല. തിരുവോണത്തിലുള്ള വസ്ത്രങ്ങളും പച്ചക്കറികളും പൂക്കളും മറ്റ് അവശ്യ സാധനങ്ങളും അവസാന നിമിഷം സ്വന്തമാക്കാൻ നഗരത്തിലേക്ക് ആളുകൾ ഒഴുകിയെത്തുകയാണ്. രാവിലെ മുതൽ പാളയം മാർക്കറ്റിലും മിഠായി തെരുവിലും വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത്. തിരക്ക് കണക്കിലെടുത്ത് കർശനമായ ഗതാഗത നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. കോഴിക്കോട് നിന്നും രമ്യദാസ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഉത്രാടപ്പാച്ചിലിന്റെ അവസാന മണിക്കൂറോട് അടുക്കുമ്പോൾ തിരക്കിലാണ് മലബാറുകാരും. നാളത്തേക്ക് വേണ്ട, അതായത് തിരുവോണത്തിലേക്ക് വേണ്ട സാധനങ്ങളെല്ലാം തന്നെ, മറന്നുപോയ സാധനങ്ങളുണ്ടോ എന്നൊക്കെ നോക്കി അവസാനവട്ട ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാക്കാനുള്ള തിരക്കിലാണ്. നിലവിൽ ഞാൻ നിൽക്കുന്നത് മിഠായി തെരുവിലാണ്. മിഠായി തെരുവിലെ ജനത്തിരക്ക് നമുക്ക് കാണാം. വലിയ രീതിയിലുള്ള ആളുകളുടെ ഒഴുക്ക് മിഠായി തെരുവിലേക്കുണ്ട്. അവസാനവട്ടം വസ്ത്രങ്ങളായാലും മറ്റ് സാധനങ്ങളായാലും എല്ലാം തന്നെ അവസാനവട്ടം ഏതെങ്കിലുമൊക്കെ വിട്ടുപോയിട്ടുണ്ടോ എന്നെല്ലാം ആലോചിച്ച് അവസാനവട്ടം വന്ന് വാങ്ങിക്കാനുള്ള തിരക്കിലാണ് ആളുകളെല്ലാവരും തന്നെയുള്ളത്. അതായത് വസ്ത്രങ്ങൾ, പച്ചക്കറികൾ, പൂക്കൾ എല്ലാം തന്നെ ഇന്ന് ഒരുക്കി വെക്കണം. നാളെ തിരുവോണനാളിൻ്റെ കാത്തിരിപ്പാണ്. പിന്നീട് ഇന്ന് രാവിലെ മുതൽ തന്നെ കോഴിക്കോട് പാളയം മാർക്കറ്റ് എടുത്തു നോക്കിയാൽ വലിയ രീതിയിലുള്ള തിരക്കുണ്ടായിരുന്നു. പച്ചക്കറികളെല്ലാം തന്നെ വാങ്ങാൻ നിരവധി ആളുകളാണ് എത്തിയിരുന്നത്. അതുപോലെ തന്നെയാണ് മിഠായി തെരുവിലും വസ്ത്രങ്ങളെല്ലാം വാങ്ങാനും പൂക്കൾ വാങ്ങാനും ധാരാളം ആളുകളാണ് എത്തിയിരുന്നത്. വലിയ രീതിയിലുള്ള ജനത്തിരക്ക് ഇവിടങ്ങളെല്ലാം തന്നെ ഉണ്ടായിരുന്നു. കൂടാതെ ഇന്ന് രാവിലെ മുതൽ തന്നെ ഇന്നലെ രാത്രിയോടുകൂടി തന്നെ വലിയ രീതിയിലുള്ളൊരു മഴയെല്ലാം കോഴിക്കോട് ജില്ലയിൽ പെയ്തെങ്കിലും തെല്ലൊന്ന് വ്യാപാരികളെല്ലാം അത് ആശങ്കപ്പെടുത്തുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. കാരണം രാവിലെ ചെറിയ രീതിയിലുള്ള ആളുകളുടെ ഒഴുക്ക് കടകളിലേക്കെല്ലാം കുറഞ്ഞിരുന്നു. ആ കാര്യത്തിൽ തന്നെ വ്യാപാരികളെല്ലാം തന്നെ ചെറിയ രീതിയിലുള്ളൊരു ആശങ്കയിലായിരുന്നു, മഴ ചതിക്കുമോ എന്നുള്ളത്. പക്ഷേ ഉച്ചയോടുകൂടി തന്നെ മഴ ഒഴിഞ്ഞു മാറി നിൽക്കുന്നൊരു സാഹചര്യമുണ്ടായി. തുടർന്ന് വലിയ രീതിയിലുള്ള ജനത്തിരക്ക് എല്ലാ കടകളിലേക്കും എത്തി. സന്ധ്യയാവുന്നതോട് തന്നെ വലിയ രീതിയിലുള്ള തിരക്ക് എല്ലാ മേഖലകളിലും ഉണ്ടായിരുന്നു. SM സ്ട്രീറ്റിലാണെങ്കിലും ഇത്തരത്തിൽ പാളയം മാർക്കറ്റിലാണെങ്കിലും വലിയ രീതിയിലുള്ള തിരക്കാണ് ഇന്നുണ്ടായത്. ഇന്ന് അവസാനവട്ട ഒരുക്കങ്ങൾ പൂർത്തിയാക്കുകയാണ് ആളുകളെല്ലാവരും. അവസാനവട്ടം എന്തൊക്കെയാണ് ഇനി വാങ്ങേണ്ടത്, അത്തരത്തിലുള്ള സാധനങ്ങളെല്ലാം വാങ്ങി ഇന്ന് രാത്രിയോടുകൂടി തന്നെ ആളുകളെല്ലാം വീടുകളിലേക്ക് മടങ്ങും. പിന്നീട് നാളത്തെ തിരുവോണ ദിനത്തിനായുള്ള കാത്തിരിപ്പാണ്. നാളത്തെ പുലരിക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്, പ്രതീക്ഷയോടുകൂടിയുള്ള കാത്തിരിപ്പാണ്. കോഴിക്കോട് നിന്നും ക്യാമറാമാൻ സന്തോഷിനൊപ്പം രമ്യദാസ്, ജനം.